പ്രിയപ്പെട്ടവരെ, ഏറെ പ്രതീക്ഷകൾ നൽകുന്ന അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകുന്നത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുകയും പരമാവധി റജബിനെയും ശഅബാനെയും റമളാനെയും ബഹുമാനിക്കാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യണം. ഒറ്റ കാര്യം ഞാൻ പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന് വലിയ പ്രത്യേകതയുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാവിന്റെ 1/3 ഭാഗം കഴിഞ്ഞാൽ ആകാശവാസികളും ഭൂമിയിലുമുള്ള മാലാകമാരൊക്കെയും കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടുമത്രേ. ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ മലാ സുലുസുൽ ലൈലി മിൻ റജബ് ഫീ അവ്വലി ജുമുഅത്തിൻ, വെള്ളിയാഴ്ച റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചയുടെ 1/3 ഭാഗമങ്ങ് കഴിഞ്ഞാൽ ലാ യബ്ഖാ മലായികതും ഫിസ് സമാവാതി വലാ ഫിൽ അർളി ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബ. ആകാശവാസികളായ മാലാകമാരും ഭൂമിയിലുള്ള മാലാകമാരും കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടുമത്രേ. യാ അല്ലാഹ്, നമുക്കും ആടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പടച്ചോനെ, ഒരു ഉഷാറായിട്ട് ആമീൻ പറയേണ്ട സമയമാണല്ലോ. എല്ലാരും ഒന്ന് ഉഷാറായിട്ട് ആമീൻ പറയ്. ആ പവിത്രമായ കഅബാലയത്തിന്റെ പരിസരത്ത് സന്തോഷത്തോടെ ഒത്തുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ, അതായത് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിലേക്ക് സമാഗതമാകുന്ന രാവിന്റെ 1/3 ഭാഗം കഴിഞ്ഞു കടന്നാൽ ലാ യബ്ഖാ മലായികതും ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശഭൂമികളുള്ള മാലാകമാർ ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബ, അവര് കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടുമത്രേ. ഫയൻളുറുല്ലാഹു തആല ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കും. ആ സമയത്ത് അല്ലാഹു അവരിലേക്ക് നോക്കും. എന്നിട്ട് ഫയഖൂലു, അല്ലാഹു ചോദിക്കുന്നതാണ്, യാ മലായികതി ഇസ്അലൂ മാ ശിഅ്തും, മലക്കുകളെ എന്തിനാ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്? എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വിഷയം എന്താണ്? ആവശ്യം എന്താണ്? സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് മാലാകമാര് നൽകുന്ന മറുപടി ശ്രദ്ധിക്കേണ്ട സഹോദരാ സഹോദരി. ഫയഖൂലൂൻ, മലക്കുകൾ ഏകസ്വരത്തിൽ ഇലാഹായ റബ്ബിനോട് പറയുമത്രേ, റബ്ബനാ ഹാജത്തുനാ അൻ തഗ്ഫിറ ലിമൻ സാമ റജബാ, അല്ലാഹുവേ, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാ. ഇൻഷാ അല്ലാ, റജബിൽ ഒരു നോമ്പെങ്കിലും എടുക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. റജബിനെ പരിഗണിച്ച് ഒരു നോമ്പെങ്കിലും റജബിൽ നോൽക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ഇന്നെ നോമ്പുള്ളവർ പലരും ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ റജബ് 1 ആയിട്ടില്ല, എന്നാൽ പോലും റജബ് 1 ആണ് എന്നുള്ള വിശ്വാസത്തിൽ നോമ്പെടുത്ത പല മുഅ്മിനീങ്ങളും ഇവിടെ വന്നിരുന്നു. അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ്. ഏതായാലും അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക് മനുഷ്യന്മാരെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. ഏതായാലും ഇനിയുള്ള ദിനരാത്രങ്ങളൊക്കെ പരമാവധി ഭക്തിയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ദിനരാത്രങ്ങൾ തന്നെയാണ്. നമ്മുടെ അദ്കാറുൽ മസാഇനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പരമാവധിയൊക്കെ സമയവും സന്ദർഭവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതിൽ സംബന്ധിക്കാൻ ഇൻഷാ അള്ളാഹ് നമുക്കൊക്കെയും
നമുക്കൊക്കെയും പരിശ്രമിക്കാം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അദ്കാറുൽ മസായിൽ ആദ്യമായി നമ്മൾ ചൊല്ലാറുള്ള സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെച്ചോളൂ, കൈ തലയിൽ, വലത് കൈ തലയിൽ വെച്ചിട്ട് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകൾ. അള്ളാഹു അതൊക്കെയും ജീവിതത്തിൽ പകർത്തി വിജയം നേടാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചൊല്ലിക്കോളൂ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ. ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ലറഅയ്തഹു ഖാശിഅൻ متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. وتلك الأمثال نضربها للناس لعلهم يتفكرون. والله الذي لا إله إلا هو. هو الله الذي لا إله إلا هو. عالم الغيب والشهادة. عالم الغيب والشهادة. هو الرحمن الرحيم. هو الرحمن الرحيم. الله الذي لا إله إلا هو. هو الله الذي لا إله إلا هو. الملك القدوس السلام المؤمن المهيمن. الملك القدوس السلام المؤمن المهيمن. العزيز الجبار المتكبر. العزيز الجبار المتكبر. سبحان الله عما يشركون. سبحان الله عما يشركون. والله الخالق البارئ المصور. هو الله الخالق البارئ المصور. له الأسماء الحسنى. له الأسماء الحسنى. يسبح له ما في السماوات والأرض. يسبح له ما في السماوات والأرض. وهو العزيز الحكيم. وهو العزيز الحكيم. അല്ലാഹുവേ റബ്ബേ, നീയല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളോടും തേടാനുമില്ല. ഈ സാധുക്കൾ സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകളോതി നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. ഈ റജബിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഞങ്ങൾ തേടുകയാണ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും പരിഹരിക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെയും ഈ നന്മയിൽ നീ പങ്കാളികളാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളിൽ പലരും നോമ്പുകാരാണ്. നിങ്ങൾ പറയുന്ന ആമീൻ അല്ലാഹു തട്ടൂല കേട്ടോ. ആത്മാർത്ഥമായിട്ട് തന്നെ പങ്കെടുക്കൂ. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് പതിവ് പോലെ നമുക്ക് ഓതാം. അമാനും മിൻ കുല്ലി മക്റൂഹ്, വെറുക്കപ്പെടുന്ന എല്ലാത്തിൽ നിന്നും സംരക്ഷണം നൽകപ്പെടുമെന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതനുസരിച്ച് സഹാബികൾ പതിവാക്കിയിരുന്ന ഈ ആയത്ത് നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ الرجيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم. لقد جاءكم رسول من أنفسكم. عزيز عليه ما عنتم. عزيز عليه ما عنتم. حريص عليكم بالمؤمنين رؤوف رحيم. حريص عليكم بالمؤمنين
بالمؤمنين رؤوف رحيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم وإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم فإن تولوا فقل حسبي الله لا إله إلا هو فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم അദ്കാറുൽ മസായിലെ അതിപ്രധാനപ്പെട്ട ആയത്തുകൾക്കിടയിൽ ദിക്റുകൾക്കിടയിൽ നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ റബ്ബത് കേൾക്കാതിരിക്കും, എങ്ങനെ അള്ളാഹു നമുക്ക് തരാതിരിക്കും? പ്രതീക്ഷയുണ്ട് ഇൻഷാ അള്ളാഹ്. പ്രതീക്ഷയോടുകൂടെ നമുക്ക് അദ്കാറുൽ മസായിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد أمسينا وأمسى الملك لله أمسينا وأمسى الملك لله والحمد لله والحمد لله لا إله إلا الله لا إله إلا الله وحده لا شريك له وحده لا شريك له له الملك وله الحمد له الملك وله الحمد وهو على كل شيء قدير وهو على كل شيء قدير ربي أسألك ربي أسألك خير ما في هذه الليلة خير ما في هذه الليلة وخير ما بعدها وخير ما بعدها وأعوذ بك فأعوذ بك من
شر ما في هذه الليلة من شر ما في هذه الليلة وشر ما بعدها وشر ما بعدها ربي أعوذ بك ربي أعوذ بك من الكسل وسوء الكبر وسوء الكبر ربي أعوذ بك ربي أعوذ بك من عذاب في النار من عذاب في النار وعذاب في القبر وعذاب في القبر أمسينا وأمسى الملك لله وأمسى الملك لله رب العالمين اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ മജ്ലിസ് കൊണ്ടൊക്കെ എല്ലാ ഖൈറും നമുക്ക് നൽകട്ടെ. നാളിതുവരെ നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. റജബുൻ ഷഹറുൽ ഇസ്തിഗ്ഫാർ. റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള മാസമാണ്. ഇതാ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നതോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണമേ റബ്ബേ. അതിന്റെ ഫലമായി ഞങ്ങളെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ റബ്ബേ. അല്ലാഹു മാപ്പാക്കി തരട്ടെ. സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായി തെറ്റുകൾ വന്നെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ട് പുറത്തു കിട്ടും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സന്തോഷത്തോടെ ഇതിൽ പങ്കാളികളാവണം. നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ നന്മയിൽ സംബന്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ ഇതിലേക്ക് ക്ഷണിക്കാനും അങ്ങനെ ക്ഷണിക്കുന്നതിനനുസരിച്ച് ഇത് സ്വീകരിക്കാനും ഇതിലൊക്കെ ഒരു പങ്കാളികളായി വിജയം കൈവരിക്കാനും അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അളീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير
وأن الله وأن الله قد أحاط بكل شيء علما قد أحاط بكل شيء علما اللهم إني أعوذ بك اللهم إني أعوذ بك من شر نفسي من شر نفسي ومن شر كل دابة ومن شر كل دابة أنت آخذ بناصيتها أنت آخذ بناصيتها إن ربي على صراط مستقيم إن ربي على صراط مستقيم അല്ലാഹുവേ, ഈ റജബിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഞങ്ങൾ സംഗമിച്ച് അതിശ്രേഷ്ഠമായ ദിക്റുകളാണ് ചൊല്ലിയിട്ടുള്ളത്. നീ കബൂലാക്കണമേ റബ്ബേ. ഇനി ഞങ്ങൾ നിന്നോട് തേടുന്നത് ആഫിയത്തുമായി ബന്ധപ്പെട്ട ദിക്റുകളാണ്. ഞങ്ങൾക്ക് ആഫിയത്ത് വേണം. നീ തന്ന ഓരോ അവയവത്തിനും അതിന്റെ നിഅമത്തുകൾ നിലനിൽക്കണം. നീ നിലനിർത്തി തരണമേ റബ്ബേ. എല്ലാ ആഫിയത്തും നമുക്ക് നല്ല നിലക്ക് നിലനിന്ന് കിട്ടണം. അത് മനസ്സിന്റെ ആഫിയത്തും തടിയുടെ ആഫിയത്തും അങ്ങനെയാവണം. ആ നീയത്തോടുകൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി اللهم عافني في بدني അല്ലാഹുമ്മ ആഫിനി ഫീ സമഈ اللهم عافني في سمعي اللهم عافني في بصري اللهم عافني في بصري لا إله إلا أنت لا إله إلا أنت اللهم إني أعوذ بك اللهم إني أعوذ بك من الكفر من الكفر والفقر والفقر اللهم اللهم إني أعوذ بك إني أعوذ بك من عذاب القبر من عذاب القبر لا إله إلا أنت لا إله إلا أنت അടുത്ത ദിക്ർ اللهم إني اللهم إني أمسيت أشهدك أشهدك وأشهد حملة عرشك وأشهد حملة عرشك وملائكتك وملائكتك وجميع خلقك وجميع خلقك أنك أنت الله أنك أنت الله لا إله إلا أنت لا إله إلا أنت وحدك لا شريك لك وحدك لا شريك لك وأن محمدا عبدك ورسولك عبدك ورسولك اللهم ما أمسى بي من نعمة اللهم ما أمسى بي من نعمة أو بأحد من خلقك أو بأحد من خلقك فمنك وحدك لا شريك لك فمنك وحدك لا شريك لك ولك الحمد ولك الشكر فلك الحمد ولك الشكر اللهم بك أمسينا اللهم بك أمسينا وبك أصبحنا وبك أصبحنا وبك نحيا وبك نحيا وبك نموت وبك نموت وإليك المصير وإليك المصير يا الله നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെയൊക്കെ ബറക്കത്ത് ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ തൗഫീക്ക് നൽകണം അല്ലാഹ്. തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഈ ദിക്റിന്റെയൊക്കെ സന്തോഷം ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മുഅ്മിനെ ദുഃഖത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്, അശക്തിയിൽ നിന്ന്, മടിയിൽ നിന്ന്, പേടിയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, കടം കൊണ്ടുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടി മുത്തുനബി തന്റെ അനുയായികൾക്ക് നിർദ്ദേശിച്ച ദിക്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ചൊല്ലിത്തരുമ്പോൾ അത് അക്ഷരശുദ്ധിയോടുകൂടെ ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ.
اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال ذكر اللهم علم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم اللهم إني أسألك العفو والعافية في ديني في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني أن نغتال من تحتي سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة سبحان ربي العظيم وبحمده اللهم إني أسألك مما عندك وأفض علي من فضلك وانشر علي من رحمتك وأنزل علي من بركاتك അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇനി നമ്മൾ ഒരല്പനേരം ഒന്നിച്ച് ചൊല്ലുന്ന ദിക്ർ റജബിലെ ആദ്യത്തെ 10 ഓരോ ദിവസവും 100 തവണ ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്റുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ബുധനാഴ്ചയാകുമ്പോഴത്തേക്ക് 700 തവണ ചൊല്ലി തീർത്ത് വരണമെന്ന്. ഏതായിരുന്നു ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. ആ ദിക്ർ റമളാനിലെ ആദ്യത്തെ 10 പ്രത്യേക ദിക്റില്ലേ? ഉണ്ടല്ലോ.
രണ്ടാമത്തെ പത്തിൽ പ്രത്യേക ദിക്റില്ലേ? ഉണ്ടല്ലോ. മൂന്നാമത്തെ പത്തിൽ പ്രത്യേക ദിക്റില്ലേ? ഉണ്ടല്ലോ. എന്നതുപോലെ റജബിലുമുണ്ടങ്ങനെ. അപ്പൊ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്ർ നമുക്കൊന്നിച്ചു ചൊല്ലാം. എല്ലാവരും പങ്കെടുക്കും. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി റജബിലെ ഓരോ ദിവസവും ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്ർ ഇൻഷാ അള്ളാഹ് ഞാൻ ചൊല്ലിത്തരാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും അത് ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഗഫാറുൽ ദംബി ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലിനഫ്സിഹി ലാ യംലികു ലാ യംലികു ളർറൻ വലാ നഫഅ ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا حياة ولا نشورا ولا نشورا استغفر الله العظيم استغفر الله العظيم الذي لا إله الذي لا إله إلا هو الحي القيوم إلا هو الحي القيوم غفار الذنب غفار الذنب وستار العيوب وستار العيوب وأتوب إليه وأتوب إليه توبة عبد ظالم لنفسه توبة عبد لظالم لنفسه لا يملك لا يملك ضرا ولا نفعا ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا حياة ولا نشورا ولا نشورا استغفر الله العظيم أستغفر الله العظيم الذي لا إله إلا هو الذي لا إله إلا هو الحي القيوم الحي القيوم غفار الذنب غفار الذنب وستار العيوب وستار العيوب وأتوب
وأتوب إليه وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا അല്ലാഹു സ്വീകരിക്കട്ടെ. റജബിലും ഷഅബാനിലും റമളാനിലും അസറിന് ശേഷം ഈ ദിക്ർ ചൊല്ലൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഏതായാലും ഇങ്ങനെ ഒരു അദ്കാറുൽ മസാ ഉള്ളതുകൊണ്ട് ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് പറയാനും ഈ നന്മയിൽ പ്രിയപ്പെട്ടവരെ പങ്കാളികളാകാനും നമുക്ക് അവസരം കിട്ടി. ഇനിയുള്ള മാസങ്ങളേറെ പവിത്രമായ മാസങ്ങളാണ്. എങ്ങനെയൊക്കെയായി ഈ മാസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്? ബികസ്റത്തി സിയാം വന്നദമി അലാ മാ സലഫ മിനൽ ആസാം വദ്കുറൂ ഖാലിഖൽ അനാം തദ്ഖുലൂ ജന്നത റബ്ബിക്കും ബിസലാം. അല്ലാഹുക്ക് ധാരാളം ദിക്ർ ചൊല്ലിക്കൊണ്ട്, പറ്റുമെങ്കിൽ നോമ്പെടുത്തുകൊണ്ട്, പൂർണ്ണമായ തൗബയുടെ മനസ്സോടുകൂടെ അങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഇതൊക്കെ ഏറെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മജ്ലിസായി മാറും. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അള്ളാഹു നമ്മളോട് ആരൊക്കെ ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ പ്രതീക്ഷിച്ചേൽപ്പിച്ചുവോ അവർക്കൊക്കെയും ഖൈർ നൽകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാക്കടപ്പുറായയിൽ നിന്ന് വന്ന കുടുംബം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുരിക്കൽ മമ്മുട്ടി ഹാജി പാക്കടപ്പുറായ, തെങ്ങിലാൻ ഇണ്ണിമ്മ ഹജ്ജുമ്മ, പാത്തുണ്ണി കയ്യൂർ, അബ്ദുസ്സലാം ഓമാനൂർ, അബ്ദുൽ ഖാദർ കക്കാടംപുറം, ET അബ്ദുസ്സലാം ദാരിമി മഞ്ഞപ്പറ്റ, മുഹമ്മദ് കുട്ടി ഫറൂഖ് ചുങ്കം, ജിഷാൻ ചോവായൂർ, അബ്ദുസ്സലാം ഓമാനൂർ, ഖദീജ ചാപ്പനങ്ങാടി ഇന്നലെ മരണപ്പെട്ട സഹോദരിയാണ്. ഒരു 3 സൂറത്തുൽ ഇഖ്ലാസും 20 തഹ്ലീലും അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അതവർക്ക് വലിയ സന്തോഷാവും. നമ്മളൊക്കെ അതിൽ പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം يكن له كفوا أحد. لا إله إلا الله 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 لا إله إلا الله. നമ്മൾ ചൊല്ലിയത് സ്വീകരിക്കട്ടെ. ഇതിന്റെ സന്തോഷം നാം പറയപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് അല്ലാഹു ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെയും മറ്റന്നാളും ഒക്കെയുള്ള മജ്ലിസുകൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുകയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഇതിൽ പങ്കാളികളാക്കുകയും ചെയ്യണം. ഈ റജബ് മാസത്തിൽ കിട്ടുന്നവർക്കൊക്കെ ഖൈർ കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ഞായറാഴ്ച 2:30 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ്. അന്ന് മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾ പാടി പറഞ്ഞ ദുആയുണ്ടായിരിക്കും. ആ ദിവസമാകുമ്പോഴത്തേക്ക് 313 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അത് ചൊല്ലിത്തീർക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്.